ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമറ്റിലെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ആദർശിനോട് വളരെ തീശത്തി സംസാരിക്കുകയാണ്. ആദർശ്, നീയൊന്നും സംസാരിക്കേണ്ട, കാരണം ഇത്രയും സംസാരങ്ങൾ ഇവിടെ നടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊന്നും നീ കേൾക്കാതെ നയന മോളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഞങ്ങൾക്ക് പുല്ല് വില നൽകിയത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ഇത്ര നാളും ഇല്ലാത്ത ഓരോ സ്വഭാവങ്ങളൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഈ മരുമകളുടെ കണ്ണുനീര് ഈ വീട്ടിൽ വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ ശാപം നമുക്കൊന്നും ലഭിക്കാനായിട്ടില്ല എന്ന് പറയാണ്. അതുമാത്രമല്ല, നീ ഇപ്പോഴും നിൻ്റെ അമ്മയുടെ സാരി തുമ്പി തന്നെയാണ് നടക്കുന്നത്. നിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ബോധം പോലും നിനക്കില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശി നയനോട് പറയുന്നുണ്ട്, മോളെ, നീ നിൻ്റെ വീട്ടുകാരെ സഹായിച്ചത് ഒരിക്കലും ഒരു തെറ്റല്ല, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിവിടെ ആരെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ച് തരികയില്ല. നിൻ്റെ വീട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും നീ കൂടെ വേണമെന്ന് ആഗ്രഹിച്ച് ഒരു തെറ്റാണെന്ന് ആർക്ക് പറയാനായിട്ട് കഴിയും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയം പറയുന്നുണ്ട്, ശരിയാണമ്മേ, അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ്. നയന മോളെ, ഇതേപോലൊരു കുട്ടീനെ കിട്ടാനായിട്ട് എല്ലാവരും പുണ്യം ചെയ്യണം. കാരണം അവൾ രണ്ട് കുടുംബത്തെയും ഒരേപോലെയാണ് കാണുന്നത്. അപ്പോൾ അവളെ കുറ്റപ്പെടുത്താനായിട്ട് ആരും വരണ്ട എന്ന് പറയാണ്. നയനമോളെ, നീ ആര് പറയുന്നതും കേട്ടണ്ട് അകത്തോട്ട് കയറിപ്പോയേ, അച്ഛനാണ് പറയുന്നതെന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ദേവയാനി ഞെട്ടുകയാണ്. അപ്പോൾ ജലജയും അബിയും നവ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം വിഷമത്തിലാണ്. നയന ഇതോട് കൂടിയിട്ട് ഇന്നത്തോടുകൂടി ഈ വീട്ടിൽ നിന്നും പുറത്താകുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അവരുടെ ആ ഒരു സ്വപ്നം നടക്കാതായപ്പോൾ അവരെല്ലാവരും വളരെയധികം വിഷമത്തിലാണ്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, അച്ഛനാണ് മോളോട് പറയുന്നത്, അച്ഛൻ പറയുന്ന മോൾ കേൾക്കില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മോളൊന്ന് കയറിപ്പോ, ഇവിടെയുള്ളവരെന്താണ് മോളോട് പറയുന്നതെന്ന് അച്ഛനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുകയാണ്. ഇത് തടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ നയനയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് അകത്തോട്ട് കയറി പോകാൻ പോകുമ്പോൾ ഗോവിന്ദനെയും കനകയെയും കൂടിയിട്ട് ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പം അച്ഛൻ്റെ ഈ ഒരു തീരുമാനത്തിൽ ദേഷ്യം വന്നിട്ട് ആദർശ് അപ്പം തന്നെ നേരെ റൂമിലേക്ക് പോവുകയാണ്. ആ സമയം കനകയും ഗോവിന്ദനുമാണെന്നുണ്ടെങ്കിൽ ജയന് നേരെ കൈകൂപ്പുകയാണ്. ആ സമയം ജയൻ പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങളിങ്ങനെ കൈകൂപ്പണത്? നിങ്ങളോടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കേണ്ടത്. കാരണം നിങ്ങളുടെ മകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നുള്ള ഒരു കാര്യം ജയൻ ഗോവിന്ദനോടും കനകയോടായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, ഇനി ഇങ്ങനെയുള്ളൊരു സന്ദർഭങ്ങളൊന്നും വരാതെ നോക്കിക്കോളാമെന്ന് ജയൻ വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള ഡ്രൈവറെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഗോവിന്ദനെയും കനകയെയും വണ്ടിയിൽ വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വന്നിട്ട് നേരെ ബാത്റൂമിലേക്ക് കയറിയിരുന്നിട്ട് ഈ നടന്ന സംഭവങ്ങളെപ്പറ്റി എല്ലാം ആലോചിക്കുകയാണ്. ആദർശാണെന്നുണ്ടെങ്കിൽ നേരെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് ഇപ്പം ഉണ്ടായ സംഭവങ്ങളെപ്പറ്റി തന്നെ അവനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദാവനാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ കനകയും ഗോവിന്ദനും എത്തിയിരിക്കുന്നു. വളരെയധികം വിഷമത്തിലാണ് അവർ കാണപ്പെടുന്നത്. അപ്പം നന്ദു വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനും അമ്മ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം, വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, വേണ്ട മോളെ, എനിക്ക് ഭക്ഷണമൊന്നും ഇറങ്ങത്തില്ല, കാരണം എൻ്റെ മോൾ അതേപോലെയാണ് അവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഇപ്പോൾ അവളെ അവസ്ഥ എന്താവും അറിയില്ല, എനിക്കതുകൊണ്ട് ഭക്ഷണം ഇല്ല എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അച്ഛാ, അച്ഛന് അസുഖങ്ങളുള്ളതാണ്, മാത്രമല്ല നമുക്ക് നാളെ ജോലി ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഭക്ഷണം ഇറങ്ങത്തില്ല മോളെ എന്ന് പറയുകയാണ്. മനസ്സിനാണെന്നുണ്ടെങ്കിൽ ഒരു സുഖവും ഇല്ല, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട. ആദർശ് മോൻ്റെ അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ നയനമോള് ഈ സമയം നമ്മളോട് കൂടെ ഇവിടെ ഉണ്ടായേനെ എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അപ്പം പിന്നെ നമ്മുടെ ചേച്ചിക്ക് അവിടെ ഒരു വിലയില്ലാത്തത് അവർ മനസ്സിലാക്കിയേനെ. ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊന്നും നടക്കാതായിട്ടും ചേച്ചിയുടെ വില അവർ ശരിക്കും മനസ്സിലാക്കിയേനെ എന്ന് നന്ദു പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ചേച്ചിയും വളരെ ഹാപ്പി ആയേനെ, അവിടെ വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിക്ക് ഒരു സമാധാനമില്ലല്ലോ, എന്തിനാ അമ്മയെ അവിടെ ചേച്ചീനെ ഇട്ടിട്ട് പോകുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മുടെ പൊന്നു മോള് ആ മഴയത്ത് നനഞ്ഞു നിൽക്കുകയാണ്, ആരും കൂടെ ഇല്ലാതെ എന്ന് പറയുകയാണ്. അതൊക്കെ ഇട്ടിട്ട് നന്ദു പറയുന്നുണ്ട്, എന്നിട്ട് അമ്മ ചേച്ചീനെ അവിടെ നിർത്തിയിട്ട് പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, അവളാണെന്നുണ്ടെങ്കിൽ രണ്ട് കുടുംബത്തെ ഒരേപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മോളാണ്. അവളുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അവൾക്ക് എതിർത്ത് സംസാരിക്കാനായിട്ടൊന്നും പറ്റിയില്ല, അതുകൊണ്ട് അവൾ വേഗം തന്നെ അകത്തോട്ട് കയറിപ്പോയെന്ന്
ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നന്ദു പറയുകയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും ശരിയാക്കി കൊടുത്തേനെ, എൻ്റെ ചേച്ചിയും വിളിച്ചോട്ട് ഇങ്ങോട്ട് വന്നേനെന്ന് നന്ദു പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എനിക്ക് ആദർശിനെ പറ്റി ആലോചിച്ചിട്ടാണ് സങ്കടമാകുന്നത്. എത്ര സന്തോഷത്തിൽ രാവിലെ വന്ന് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിക്കൊടുത്ത് വളരെ സന്തോഷത്തിൽ ഇവിടുന്ന് പോയതായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ഇങ്ങനെ ഒരു സാഹചര്യം വന്ന് ചേർന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ വിഷമിക്കുകയാണ്. ആ സമയം കനകയും ദുഃഖത്തിലായിട്ട് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നവ്യയെപ്പോലെ ഉള്ളൊരു സ്വഭാവമൊന്നുമല്ല നയനമോളുടെ, അതേപോലെ നന്ദുവിൻ്റെ പോലത്തെ ഒരു ദേഷ്യവും ഇല്ല, എല്ലാം അറിഞ്ഞ് പെരുമാറാനുള്ള ഒരു കഴിവുള്ളവളാണ് നയന. എന്നിട്ട് അവൾക്ക് ഇങ്ങനത്തെ ഒരു ഗതി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കനക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ജയനുമായിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഉണ്ടായാലേ അവൾ പഠിക്കത്തുള്ളൂ, എന്നാലേ അവൾ ഇത് എന്താണെന്നുള്ള ഈ വീട്ടിലെ എല്ലാവരും വിലയും മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഇനിയിപ്പോൾ അവൾ അതനുസരിച്ചിട്ട് ഓരോരോ തന്ത്രങ്ങളൊക്കെ മെനയുമെന്നും ദേവയാനി പറയുന്നുണ്ട്. എൻ്റെ മോനെയാണ് അവൾ മണ്ണ് കുഴയ്ക്കാനായിട്ട് വിളിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ മോൻ രാജകുമാരനായിരിക്കാം, പക്ഷേ എൻ്റെ മകനെ ഞാൻ എല്ലാ ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ട് വളർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്നേ വരെ നീ കാരണം അത് എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം നീ നിൻ്റെ സാരിക്കുള്ളിലാണ് മകനെ കൊണ്ട് നടക്കുന്നത്. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ നിൻ്റെ മകൻ മാത്രമല്ല, ഇപ്പോൾ ഒരു ഭർത്താവ് കൂടിയാണ്, അവനൊരു കുടുംബമായി. അതുകൊണ്ട് അവൻ്റെ കുടുംബത്തിലൊന്നും ഇടപെടാതെ നീ മാറി നിൽക്കണമെന്നും കൂടിയിട്ട് ജയൻ പറയുന്നുണ്ട്. അപ്പോൾ ദേവിയനെ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, എൻ്റെ മോൻ അങ്ങനെ അവൾക്ക് വിട്ടുകൊടുക്കാനൊന്നും സാധിക്കില്ല, ഞാൻ ഒരിക്കലും അവളെ മരുമകളായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയം ജയൻ പറയുന്നുണ്ട്, നമ്മൾക്ക് ഓരോ മനുഷ്യന്മാർക്കും നമ്മളോരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനുഷ്യരായി തീർന്നത്. നയന മോളെ തിരിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇത് നമ്മുടെ കുടുംബത്തിന് ഏറ്റവും വലിയൊരു നാണക്കേടായിട്ട് മാറിയേനെ. ഇതുപോലുണ്ടായിരുന്ന സംഭവങ്ങൾ വേറെ എവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ സ്വത്തും പണത്തിൻ്റെ ഒക്കെ പേരിൽ മരുമകൾ ഇവിടെ പറഞ്ഞയച്ചു എന്നുള്ള ഒരു പേരൊക്കെ നമ്മുടെ കുടുംബത്തിന് വന്നു ചേരുമായിരുന്നു, നാണക്കേട് വന്നു ചേരുമായിരുന്നു എന്ന് പറയുകയാണ്. നയന മോളെ പോലെയുള്ളൊരു മകളെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, നമ്മൾ ചെയ്ത പുണ്യമാണത്. പക്ഷെ നീ തിരിച്ചറിയുന്നില്ല. അവൾക്ക് അവളേതായ കുറേ ശരികളുണ്ട്, അവൾ അതനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. അത് നമ്മളെയും ഗുണമായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. പിന്നെ നീ പറയുമ്പോൾ പോവാനും നീ പറയുമ്പോൾ വരാനായിട്ട് നയന മോളെ കിട്ടിയില്ല. കാരണം അവൾക്ക് ഉറച്ച കുറേ തീരുമാനങ്ങളുള്ളതാണ്. അവൾ പോയ പോലെ ആയേനെ. അതുകൊണ്ടാണ് ഞാനത് അവളെ തിരിച്ചു വിളിച്ചത്. ഇതെല്ലാം നീ മനസ്സിലാക്കണം ദേവയാനി എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ചെയ്തതാണോ ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ തെറ്റായത് എന്ന് പറയുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, നീ അവളെ ഇഷ്ടമില്ലാത്ത കണ്ണിലൂടെ നോക്കുന്നത് കൊണ്ടാണ് അവൾ ചെയ്യുന്നതെല്ലാം നിനക്ക് തെറ്റായിട്ടും പ്രശ്നമായിട്ടും നീ തോന്നുന്നത്. അതുകൊണ്ട് നീ അത് നിന്നെ തിരുത്ത്, അപ്പോൾ അതിനുശേഷം ബാക്കിയെല്ലാം ശരിയായിക്കൊള്ളുമെന്ന് പറയുകയാണ്. അതേപോലെ നിൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്നുള്ളൊരു സത്യം കൂടി നീ മനസ്സിലാക്കി പെരുമാറാനായിട്ട് നിൽക്കണം. നയനമോൾക്ക് പകരം നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നവ്യ ആയിരുന്നെങ്കിലോ ഇവിടെ എന്തെല്ലാം നടന്നേനെ, നിനക്ക് സഹിക്കാനായിട്ട് പറ്റുമോ, നിന്നെ എന്തെല്ലാം പറഞ്ഞേനെ എന്നെല്ലാം പറയുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ മരുമകളായിട്ട് കാണില്ല എന്ന് ദേവയാനി പറയുകയാണ്. എൻ്റെ മകനെ വിട്ടുകൊടുക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ദേവയാനി ജയൻ്റെ അടുത്ത് നിന്ന് നേരെ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദർശം നയനയാണ്. ആദർശാണെന്നുണ്ടെങ്കിൽ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം അവിടേക്ക് നയന വരുന്നുണ്ട്. അതെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അതൊന്നും കേൾക്കാതെ ആദർശ് നേരെ സിറ്റ് ഔട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നയനയും പിന്നാലെ ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഞാൻ എന്ത് സാഹചര്യത്തിലാണ് അമ്മയോട് അങ്ങനെ സംസാരിക്കാനായിട്ട് പോയതെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. എനിക്കൊരു അവസരം തരണം, അതെന്താണെന്ന് പറയാനായിട്ട് എന്ന് പറയുകയാണ്. ഞാൻ മനഃപൂർവ്വമല്ല നിങ്ങളുടെ അമ്മയെ അപമാനിക്കുവാനല്ല അങ്ങനെ സംസാരിച്ചത്. അതേപോലെ നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടി അമ്മയല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആദർശിന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ എന്ന് പറയുമ്പോൾ ആദർശ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, മതി നിർത്താനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില്ലിൽ അവൻ്റെ കൈ കൊണ്ടിടിക്കുകയാണ്. അങ്ങനെ അവൻ്റെ കൈ പൊട്ടി ചോര വരുന്നുണ്ട്. ആ ദേഷ്യത്തിൽ ആദർശ് കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അയ്യോ ആദർശേട്ടാ, അതേ കൈ പൊട്ടി ചോര വരുന്നു, കൈ ഒന്ന് കാണിക്കുന്നു പറയുമ്പോൾ ആദർശ് വേണ്ട എന്നുള്ളൊരു അർത്ഥത്തിൽ അവളോട് കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നീ ഇനി
എൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാനായിട്ട് വരണ്ട എന്ന് കാണിക്കുകയാണ് ആദർശ്. അങ്ങനെ നേരെ ആദർശ് റൂമിലേക്ക് പോയിട്ട് ആ ചോര വാർന്ന കൈയുമായിട്ട് തന്നെ അവനങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നയന അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആദർശ് മയങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ പതുക്കെ അവൻ്റെ കൈയൊക്കെ വെച്ച് എടുത്തിട്ട് അവൻ്റെ കൈയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് മുറിവൊക്കെ കെട്ടി ഭദ്രമാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതോട് കൂടിയിട്ട് മറ്റൊരു പത്തരമാറ്റിലെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.